നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ മനുഷ്യനെ തിരുത്താൻ ആർക്കും കഴിയില്ല. ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല. എന്താ മോളെ ഇത്? നിന്റെ ഭർത്താവ് കുടിച്ചിട്ട് നാലുകാലെ വന്ന് പണമൊന്നും നശിപ്പിച്ചു കളയുന്നില്ലല്ലോ. സമ്പാദിക്കല്ലേ. അങ്ങനെയുള്ള ഭർത്താവിനെ പ്രാകാൻ പാടില്ല. എന്താ വന്ദന കവറില്? പുതിയ ഡ്രസ്സാ. വർഷയ്ക്ക് എന്റെ വക ഒരു ഗിഫ്റ്റ്. നന്നായി വന്ദന. കോളേജിൽ നിന്ന് സമ്മാനം കൊണ്ടുവരുന്നതിന് മുൻപേ നിന്റെ സമ്മാനം തന്നെ വീട്ടിലെത്തിയല്ലോ. വളരെ സന്തോഷായി. ഇവിടെ 10 ചക്രം കയ്യിലുള്ളത് പ്രകാശനും ഹരിതയ്ക്കുവാ. വർഷയ്ക്ക് സമ്മാനം ഒന്നും കൊടുക്കണ്ടെന്ന് അവര് തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെന്താ മോളെ സമ്മാനം കൊടുക്കണമെന്ന് നിനക്ക് തോന്നിയേ? എന്റെ ദുഃഖത്തിലും ദുരിതത്തിലും എന്നെക്കാളും തീ തിന്നുന്നത് വർഷമോളാ. രാത്രി പലപ്പോഴും ഞെട്ടി ഉണരുമ്പോ ഉറങ്ങാതെ എന്നെ കെട്ടിപ്പിടിച്ച് കണ്ണീരൊഴുക്കുന്ന വർഷയെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വഴിപാട് നേരുകയൊക്കെ ചെയ്യുന്ന വർഷയെ എത്ര നാളായിട്ട് ഞാൻ കാണുന്നു. എനിക്ക് വേണ്ടത് അവളുടെ ചങ്കാണെങ്കിൽ അതും അവള് പറിച്ചു തരും. ചിരിച്ചും കളിച്ചും നടക്കേണ്ട പ്രായത്തില് ചേച്ചിക്ക് വേണ്ടി ഉള്ളൊരുക്കി നടക്കുന്ന ഒരു അനുജത്തി ആർക്കാ ഉള്ളത്? എവിടെയുള്ളത്? അവൾക്കൊരു ചെറിയ സമ്മാനമെങ്കിലും ഞാൻ കൊടുക്കണ്ടേ അച്ഛമ്മേ? എനിക്കറിയാം എന്റെ മോളെ, നീ ജീവിക്കുന്നത് ദിയമോക്ക് വേണ്ടിയാണെങ്കിൽ വർഷമോള് ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാ. അവള് നന്മയുള്ളവളാ. വർഷയുടെ സഹോദര സ്നേഹം കണ്ട് ഞാനും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. വർഷയ്ക്ക് ആരൊക്കെ എന്തൊക്കെ സമ്മാനം കൊടുത്താലും അവൾ ഏറ്റവും വില കൽപ്പിക്കുന്നത് നിന്റെ ഈ സമ്മാനത്തിന് തന്നെ ആയിരിക്കും. അമ്മേ അമ്മേ അമ്മ വർഷ എനിക്ക് സമ്മാനം വാങ്ങിയത് സൂപ്പർ. എനിക്ക് സമ്മാനം ഒന്നും വാങ്ങിയില്ലേ? എന്താ അമ്മേ ദിയക്കുട്ടിക്ക് സമ്മാനം ഒന്നും വാങ്ങാത്തത്? മോൾക്ക് എത്ര സമ്മാനം വേണമെങ്കിലും അമ്മ വാങ്ങി തരുമല്ലോ. പക്ഷെ ഈ സമ്മാനം വർഷാണ്ടിക്കാം. എന്താ മോള് പെണുങ്ങോ? വർഷ എനിക്ക് സമ്മാനം വാങ്ങിയത് എനിക്കും കൂടി ഉള്ളതല്ലേ. എനിക്കൊരു പിണക്കവും ഇല്ല. എന്റെ ഈശ്വര. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.